ഗോയ്സ് രണ്ടുപേരല്ലേ? ആ രണ്ട് ഹെവിയാ. സീനായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല നല്ല കളറൊക്കെ നടത്തുന്ന ഒരു സിലോപ്പി വന്നിട്ട് പെട്ട് കിടക്കുന്നത് കണ്ടോ? ഉണ്ടല്ലോ, ഹെവി വിയറ്റ്നാം കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടോ ഗൈസ്? ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഫിഷിംഗ് പ്രോസസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ബാഡ് കമൻറ്റ് ഇട്ട് നമ്മുടെ ഷോർട്സിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് ഗൈസ് ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ റോഡ് റീലൊക്കെ യൂസ് ചെയ്യാതെ വേറൊരു രീതിയിൽ, അതായത് വല യൂസ് ചെയ്യാതെ കൈ കൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ ഒരു മീനെ പിടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് നേരെ പോകും. ഗൈസ് ഗോയ്സ് രണ്ടുപേരല്ലേ? ആ രണ്ട് ഹെവിയാ. ചുമ്മാ നടന്നാൽ കിട്ടും ഗൈസ്. സീനായിട്ട് ചുമ്മാ നടന്നാൽ കിട്ടും മീൻ. അവിടെ ജിസിക എൻ്റെ സ്റ്റിക്ക്. ആ അവിടെ എൻ്റെ ചെരുപ്പ് ഓക്കെ അല്ലേ? എടാ ഈ ബാഗും തുറന്നേ. എവിടെ എടാ അതിന് നോക്കണേ. എടാ ഇത് വാളാ. ഗോപ്രോ ഇടിങ്ങി വന്നേ. അപ്പോൾ ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല നല്ല കളറൊക്കെ നടത്തുന്ന ഒരു സിലോപ്പി വന്നിട്ട് പെട്ട് കിടക്കുന്നത് കണ്ടോ? നല്ല ഹെവി സാധനം. അതിന് ആ അത്രയും പോസ്റ്റ് ചെയ്ത് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എടുക്കാത്ത. അല്ലെങ്കിൽ നമുക്ക് കിട്ടുകയാണ്. ഗൈസ് വരാല് കിടക്കുന്നുണ്ടോ? ആ റോഡ് അവിടെ വെച്ചു. സീനായിട്ട് അത്. ഓ ഗൈസ് ചത്ത സാധനം. ചത്താടാ ഇത്. എന്തായാലും ഒരു 3/4 കിലോ കാണുന്നതായിട്ട് ചത്തുപോയി. അതുകൊണ്ടോ ഗൈസ് ജായിൻറ്റ് കരിമീനായി കിടക്കുന്നത്. സീൻ സാധനം. വെള്ളം ചീത്തയാകുമ്പോൾ ചത്തു പോകുന്ന. നമ്മൾ വരുന്നത് താമസിച്ചുപോയി. എന്നാലും അത്യാവശ്യം മീൻ ഈ ചാലിനകത്തുണ്ട്. കാരണം ഈ ചാലിൽ നമുക്ക് വല വെച്ച് അനക്കാൻ പറ്റില്ല. മെയിൻ സംബന്ധിച്ച് ഇതിനകത്തൊരു വലിയൊരു പൈപ്പ് കിടപ്പുണ്ട്. ഈ പൈപ്പിൻ്റെ അടിയിൽ കൂടി നമുക്ക് അനക്കി വന്നാലും മീൻ അടിയിൽ കയറി പാത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ വൃത്തി വല വെച്ച് അനക്കിയിട്ട് കാര്യമില്ല, മണ്ടമ്പണിയാണ് നമ്മൾ. അതുകൊണ്ട് ഇവിടെ വല വെക്കുന്നൊന്നുമില്ല. വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് മീൻ വല്ല കിട്ടുമെന്ന് നോക്കും, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ കാർബണേറ്റ് ഇട്ടൊന്നുമല്ല. മീൻ അഴുക്കുവെള്ളമാകുമ്പോൾ ചത്തു പോകുന്ന ചില പൊട്ടന്മാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നത് കേട്ടോ. ഉണ്ടല്ലോ ഹെവി വിയറ്റ്നാം കേട്ടോ ഗൈസ്. ഒരു ഹെവി അതെ എൻ്റെ ലെഗിൻ്റെ നീളം തന്നെ ഉണ്ടോ എൻ്റെ അളിയ. ഇതാണ് കാലം കൊഞ്ചെന്നൊക്കെ ഞങ്ങളിവിടെ പറയും. ഡോ ഇതിൻ്റെ സൈസ് കണ്ടോ ചോദിച്ചേ? അയ്യോ എന്തായാലും ഇത് ഇത്ര കൈത്തൻ്റെ അത്രയും വരുന്ന സാധനം. Oh guys, ഒരു ജോയിന്റ് സ്ലിപ്പ്. കിട്ടി. ഫ്രണ്ട് ഇറങ്ങിക്ക്. കരക്കൊട്ട് എറിഞ്ഞു. എറി ഇങ്ങോട്ട് അല്ല അങ്ങോട്ട് എറി അങ്ങോട്ട് നീ ഇട എറിഞ്ഞു, ഞാൻ എടുത്തോളാം.
ഗൈസ് ഹെവി സിലോപ്പിയ, ഒന്നും പറയില്ല, സീനായിട്ട്. ജിസിക്കയുടെ ഫസ്റ്റ് എൻ്റെ കളർ കണ്ടോ ഗൈസ്, നീല കളറ് ഉണ്ടോ, അത് കിടുക്കാച്ചി സിലോപ്പിയ സൈസുണ്ടോ. കണ്ടല്ലോ ഐറ്റത്തെ കണ്ടല്ലോ, കിടക്കാച്ചു. കിട്ടിയോ? കരകിട്ടില്ല, ഞാൻ എടുത്തോളാം. സീനായിട്ട് അതാ പറഞ്ഞത്. ഇല്ല വേണം, പക്ഷെ വെള്ളം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ ഗൈസ്, ചുമ്മാ വന്നതേ ഉള്ളു, ആരും കണ്ടില്ല. എനിക്ക് വരാലെല്ലാം വെച്ചിട്ടൊരു വീഡിയോ എടുക്കും. ഞാൻ നോക്കുമ്പോ ഒരു സാധനം കിടക്കും, ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരുന്നു. ഇത് കണ്ടോ, വെള്ളം ചീത്തയാകുമ്പോൾ ചാവുന്നതാണ്. ഫുള്ള് ഇഷ്ടം പോലെ ഉണ്ട്, കേരള കണക്കിനകത്ത് കിടക്കണ്ട. എന്നാലും അത് തന്നെ സാധനമല്ലേ, ആർക്കും ഇല്ലാതെ ഒന്ന് വെള്ളം കുടിക്കുമ്പോൾ കിട്ടി. ഫോഴ്സ് കുറഞ്ഞല്ലേ? ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് പറഞ്ഞ ചീഞ്ഞ സാധനം. അപ്പോൾ ഇത്രയും വരുമ്പോഴുള്ള സിലോപ്പിയാണ് ഈ പൈപ്പ് കുടുങ്ങി കിടന്നത്. ഒന്നും ആർക്കും കിട്ടാതെ വെറുതെ ചീഞ്ഞു പോയി സാധനം. രാവിലെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു സാധനം. അത് പോയതാ, സങ്കടം. Guys, look at this view. Scene. അതേ ഒരു വരല് അപ്പുറ സൈഡ്, അപ്പുറ സൈഡ് കൊണ്ടാണ്, അപ്പുറ സൈഡാണ്. അവിടെ നനയ്ക്കില്ലേ നമുക്കുള്ള ഓരോ വിമാനം മുഴുവൻ ഉണ്ടായിരുന്നു. ചങ്ങി ചങ്ങാതി ഒലച്ചോ, ഒറ്റ ഒല കളിച്ചിട്ട് നോക്കും. ഭയമുണ്ടോ?
ഗൈസ് നമുക്ക് കിട്ടി ടോട്ടൽ മീനുണ്ടോ ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട് സീനായിട്ട്. ലെറ്റ്സ് ഗോ.